മഴ പെയ്യുമ്പോൾ വർണ്ണക്കല്ലുകൾ പുറന്തള്ളുന്ന കൗതുക ഭൂമി, മണ്ണെടുക്കുമ്പോൾ തെളിയുന്ന ഭൂഗർഭ കെട്ടിടങ്ങളും വിദേശ വീഞ്ഞുഭരണികളും, വയലും തോടും വെള്ളക്കെട്ടുകളുമുള്ള ഈ കേരളീയ ഗ്രാമത്തിന്റെ പേരാവട്ടെ പട്ടണമെന്ന്. അകം നിറയെ കൗതുകങ്ങളുള്ള ഈ ഭൂമിയുടെ പൊരുൾ തേടി ചരിത്രാന്വേഷികൾ അവിടം കുഴിച്ചു. പ്രാചീന നൗകകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുകൾ, നാണയങ്ങൾ, 10,000-കണക്കിന് റോമൻ വീഞ്ഞുപാത്രങ്ങൾ, ലോഹങ്ങൾ, അങ്ങനെ പലതും പൊന്തി വന്നു. അങ്ങ് സിന്ധു നദീതടത്ത് മാത്രമായിരുന്നില്ല, ഇങ്ങ് പെരിയാറിന്റെ തീരത്തുമുണ്ടായിരുന്നു നമുക്കവകാശപ്പെടാൻ ഒരു മഹാനാഗരികത. 2000 വർഷം മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാന തുറമുഖമായിരുന്നു പട്ടണമെന്ന് ആ മണ്ണ് ആണയിടുന്നു. ആ പേരും അവിടെ നിന്ന് കിട്ടിയ തെളിവുകളും തന്നെ ആദ്യ സാക്ഷ്യം. പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് കിഴക്ക് പെരിയാറും തെക്ക് പറവൂർ തോടുമായി എറണാകുളം പറവൂരിലെ വടക്കേക്കരയിലാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാന ചരിത്ര തിരിച്ചറിവാണ് ഈ പ്രാചീന തുറമുഖത്തിന്റെ കണ്ടെത്തൽ. അതിലൂടെ തിരുത്തപ്പെട്ടത് യൂറോപ്യർ ഇക്കാലമത്രയും നമ്മെ പഠിപ്പിച്ച ചരിത്ര അപനിർമ്മിതികൾ കൂടിയായിരുന്നു. സ്വർണത്തിനും രത്നത്തിനും പകരമായി കുരുമുളകും ആനക്കൊമ്പും കേരളം 2000 വർഷം മുമ്പേ കടൽ വഴി കയറ്റി അയച്ചിരുന്നു. യൂറോപ്യരുടെ വരവിനു മുന്നേ നമ്മൾ വസ്ത്ര വാസ്തു നിർമ്മാണത്തിലും സാങ്കേതിക വിദ്യയിലും പ്രഗത്ഭരായിരുന്നു. വാസ്കോഡഗാമയല്ല കേരളത്തിൽ കാലുകുത്തിയ ആദ്യ യൂറോപ്യൻ. ഗാമയെത്തും മുമ്പേ കേരളം മെഡിറ്ററേനിയൻ സമൂഹവുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. യൂറോപ്യൻ ഡോമിനേഷൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നമ്മളെ കണ്ടുപിടിച്ചത് വാസ്കോഡഗാമയാന്ന് പറയുക. അങ്ങനെ നമ്മളുടെ ഭാഷ, നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്, ഇതൊക്കെ നമ്മളെ ഇൻഫീരിയറാക്കി. അതേസമയം പട്ടണം തെളിവുകൾ കൃത്യമായിട്ട് ഇതെല്ലാം നിരർത്ഥകമാക്കുന്നോ പൊളിച്ചടുക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാരണം തൻ്റെ പൂർവികർ, മലയാളികളുടെ പൂർവികർ പോകാത്തൊരു സ്ഥലമില്ല. കാരണം എല്ലാം 2-way ട്രാഫിക്കാണ്. പട്ടണം അതിൻ്റെ പ്രാചീന പ്രൗഢ ചരിത്രവും അന്നത്തെ മനുഷ്യരുപയോഗിച്ച മൺപാത്ര സമ്പത്തുമെല്ലാം നമുക്ക് ചരിത്രം വായിക്കാനായി ഗർഭപാത്രത്തിൽ എന്ന പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു നീണ്ട 2000 വർഷക്കാലം. ഒരു വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ആംഫോറ കിട്ടിയതൊഴിച്ചാൽ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ ലക്ഷണങ്ങളൊന്നും 90കൾ വരെ പട്ടണം കാണിച്ചിരുന്നില്ല. പക്ഷേ മുത്തുകളെ വെളിയിലേക്ക് കൊണ്ടുവരുന്നത് പട്ടണത്തിന്റെ മണ്ണ് തുടർന്നുകൊണ്ടേയിരുന്നു. ചരിത്രകാരരുടെ ശ്രദ്ധ കിട്ടാതിരുന്ന ഈ പ്രദേശം ചരിത്രം മാറ്റിയെഴുതാനുള്ള കരുത്താർജിച്ചതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ കഥയുണ്ട്. കാലം കാത്തുവെച്ച ചില യാദൃശ്ചികതകളും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം മാത്രം, അവിടെ മാത്രമേ ചെളിമണ്ണ് കിട്ടും, നല്ല പശയുള്ള മണ്ണ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇഷ്ടികയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ മണ്ണിൻ്റെ പാത്രത്തിൻ്റെ കഷ്ണങ്ങളും വരും. അപ്പോൾ ഞങ്ങളുടെ ആ പരിസരത്തിലെ വീടുകളൊക്കെ തൃക്കാക്കരപ്പനുണ്ടാക്കണ ഈ മണ്ണുകൊണ്ടാണ്. അതിന് കാവി അടിക്കുന്നത് ഈ ഇഷ്ടിക ചാലിച്ചിട്ടാണ്. പിന്നെ വരുന്നത് നേരത്തെ ഇവിടെ തെങ്ങ് മാറ്റി വയ്ക്കാന്നൊരു ഏർപ്പാടുണ്ടാകും. അപ്പോൾ വീടിൻ്റെ മുകളിലേക്കൊക്കെ വീഴുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു ട്രഞ്ചൊക്കെ എടുത്ത് ആൾക്കാരെ ഒന്ന് ഉരുട്ടി ഇങ്ങനെ മാറ്റി വയ്ക്കാൻ വേണ്ടി അവർ ട്രഞ്ച് എടുത്തപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് വലിയൊരു മതിലാണ് വന്നത്, ഭൂമിക്കടിയിൽ. അതും വളരെ എക്സ്ട്രീംലി ബ്രൈറ്റ് ആയിട്ടുള്ള, നമ്മുടെ സാധാരണ ഇഷ്ടികയുടെ കളറല്ല അതിനുള്ളത്, അത്ര നിറമുള്ള ഒരു വലിയൊരു മതിൽ വന്നു. അത് കഴിഞ്ഞൊരു കുഴി കുഴിച്ചപ്പോൾ ഒരു കിണർ കണ്ടു. ആ കിണറിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. നല്ല വട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തേക്കണ ഒരു കളിമണ്ണിൻ്റെ റിങ്ങുകളുള്ള ഒരു കിണർ. മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ ഈ മുറ്റത്തൊക്കെ മുത്തുകൾ പൊന്തി വരും. മുത്തുകൾ പൊന്തി വരുമ്പോൾ ആ കളറുകൾ കാണുമ്പോഴൊക്കെ ഭയങ്കര അതിനോടൊരു കൗതുകം തോന്നി. ഞാനും ചേട്ടനും പിന്നെ കുറച്ച് കൂട്ടുകാരുണ്ട്, അവരൊക്കെ കൂടി അത് ഓരോന്നും ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കും. അതെന്താണ് ഏതാണെന്ന് അറിഞ്ഞിട്ടല്ല,
പിന്നെ ഇഷ്ടം തോന്നി, അതിനോടൊരു കൗതുകം തോന്നി എടുത്തു വെക്കും. ഞങ്ങളുടെ വീട്ടിലൊരു കുളമുണ്ട്. കുളം വെട്ടുമ്പോൾ ഒരുപാട് ഇങ്ങനെ കഷ്ണങ്ങൾ വരാൻ തുടങ്ങും. കുഞ്ഞു കുഞ്ഞു പോട്ടറി പീസുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ഞങ്ങൾ വെള്ളത്തിൽ എറിഞ്ഞ് കളിക്കിയ പോട്ടറി പീസാണ്, അതുപോലെ പോട്ടറി പീസാണ് വരുന്നത്. അങ്ങനെ ഷാജിന് ഒരു ദിവസം മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയമാണ്, എങ്ങനെയെങ്കിലും പറഞ്ഞ ഏർപ്പാട് ഒരു ദിവസം വന്നു. ഞാനിതെല്ലാം കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര പോട്ടറി പീസുകളാണ്, ഇത് വാല്യുബിൾ ആണെന്ന് ഷാജിന് തോന്നി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഷാജിൻ പറഞ്ഞു നമുക്കൊന്ന് കുഴിച്ചു നോക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തന്നെ 2 ജോലിക്കാരെ വെച്ചിട്ട് എൻ്റെ സാറിനെ പിന്നുള്ളൊരു 3 വർഷം ഞങ്ങൾ കുഴിച്ചിട്ടുണ്ട്. അവര് ഇങ്ങനെ ഇവിടെയൊക്കെ പറമ്പൊക്കെ നോക്കണുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായ മുത്തുകൾ സാറിനെ കൂടെ കാണിച്ച്. അപ്പൊ സാറ് പറഞ്ഞത് ഇത് 1000 വർഷം പഴക്കമുള്ള സാധനങ്ങളാണ്, ഭയങ്കര വാല്യൂബിൾ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനോട് പിന്നെയും ഒരു കൗതുകം തോന്നി. ഒരു സ്ഥലത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, കുഴിച്ച് ചെന്നപ്പോൾ ഇത് ആരോ വേസ്റ്റ് ഡമ്പാന്ന് വെച്ചാൽ അത്ര വെറൈറ്റിയിലുള്ള പാത്രങ്ങളുടെ കഷ്ണങ്ങൾ കിട്ടുകയാണ്. എവിടെ കുഴിച്ചാലും നമുക്കിങ്ങനെ സംഗതികൾ കിട്ടുന്നുണ്ട്, ഈ ഒരു പലതരത്തിൽ പോട്ടറികൾ. ഷാജൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു ആംഫറ, റോമൻ ആംഫറ ഷേർഡിൻ്റെ ഒരു ചെറിയ ഒരു ഫ്രാഗ്മെൻ്റ് ആയിരുന്നു. അത് ഉറപ്പായിട്ട് അത് ലോക്കൽ ക്ലേയിൽ ഉണ്ടാക്കിയതല്ല, അത് പുറമേ ഇരുന്ന് വന്നതിന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഷാജനും ഞാനും സൈറ്റിൽ പോയി കുറേ നടന്നു നോക്കി. 1 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഒരുപാട് ഇങ്ങനെ മൺപാത്ര കഷ്ണങ്ങളും അതെല്ലാം കിട്ടിയിരുന്നു. ഇവിടെ ലോക്കൽ ആൾക്കാർ അവർ കുഴിക്കുന്ന സമയത്ത് 1-2 മൺപാത്ര കഷ്ണവും മുത്തുക്കളും അങ്ങനെയാണ് കിട്ടിയിരുന്നത്. ഒരു പ്ലോട്ടിൻ്റെ പേര് തന്നെ മുത്തുപ്പറമ്പെന്ന് അവർ പറയുന്നുണ്ട്. പട്ടണം എന്ന് പറയുന്നത് ഒരു പഴയ കച്ചവട കേന്ദ്രമാണ്, തുറമുഖം എന്ന് പറയുന്ന പോർട്ടാണ്. ആ പേരും അവിടുത്തെ കിട്ടിയ ഈ സാധനങ്ങളും ഉറപ്പായിട്ട് ഒരു ഇൻഡിക്കേഷൻ തന്നു ഇത് ഒരു വലിയ ഒരു ആർക്കിയോളജിക്കൽ പൊട്ടൻഷ്യൽ ഉള്ള സൈറ്റാണ്. 1998 പട്ടണത്തിന്റെ മണ്ണിൽ നിന്ന് കിട്ടിയ കളിമൺ പാത്രം 2003 ഡോക്ടർ റോബർട്ട ടോംബർ എന്ന മെഡിറ്ററേനിയൻ കളിമൺ പാത്ര വിദഗ്ധ തിരിച്ചറിഞ്ഞതാണ് പട്ടണം ഖനനത്തിലേക്കുള്ള നിർണായക വഴി തുറക്കുന്നത്. റോബർട്ട് ഈ കഷ്ണങ്ങൾ മുഴുവൻ കണ്ടിട്ട് റോബർട്ടയാണ് സ്റ്റണ്ടായത്. ഒരെണ്ണം എടുത്തിട്ട് അവരാകെ പറച്ചോട്ട് പറഞ്ഞു, ദിസ് ഈസ് ഫ്രം ഇറ്റലി. അങ്ങ് ബ്ലഷ് ചെയ്യും. കാരണം യൂറോപ്പിലെ ഏറ്റവും പുകൾപ്പെട്ട വീഞ്ഞുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള മൺപാത്ര കഷ്ണങ്ങളാണ്. റോബർട്ട് പറഞ്ഞു വന്നപ്പോൾ മെഡിറ്ററേനിയൻ റിമ്മിലുള്ള എല്ലാ സ്ഥലത്തെയും സിഗ്നേച്ചർ പോട്ടറികളാണ്. റോബർട്ടാണ് നമുക്ക് ആദ്യമായിട്ടൊരു കൺക്ലൂസീവായ സാധനം പറയുന്നത്, ഇതൊരു മർക്കൻഡൈലായിട്ടുള്ള ഒരുപാട് കച്ചവടം നടത്തിയിരുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ ബാക്കിയാണെന്നുള്ളതാണ്. 9 ഘട്ടങ്ങളായി 2006 മുതൽ 15 വരെ പുരാവസ്തു ചരിത്ര ഗവേഷകൻ PJ ചെറിയാനും സംഘവും നടത്തിയ ഖനനത്തിനിടെ എണ്ണിയാൽ തീരാത്ത പ്രാചീന വസ്തുക്കൾ 2000 വർഷത്തെ മണ്ണിന്റെ മറനീക്കി പുറത്തുവന്നു. സ്വർണവും ചെമ്പും ഉൾപ്പെടെയുള്ള ലോഹവസ്തുക്കൾ, വിദേശ കളിമൺ പാത്രങ്ങൾ, മുത്തുകൾ, വർണ്ണക്കല്ലുകൾ, ചേരനാണയങ്ങൾ, വാസ്തുനിർമ്മിതികൾ, അങ്ങനെ പലതും. കേരളത്തിലെ വലിയതൊരു ഹാബിറ്റേഷൻ എവിഡൻസ് നമുക്ക് കിട്ടിയത് പട്ടണത്തിലാണ്. സെറാമിക്സ് ആണ് ആർക്കിയോളജിയുടെ കോർ. ആ സെറാമിക്സ് ആണ് ഞാനിവിടെ ആദ്യമായിട്ട് സെറാമിക്സും അതോടൊപ്പം ഇഷ്ടികകളുടെ ധാരാളം പ്രസൻസ്. അത് ക്ലിയറായിട്ട് ഒരു സെറ്റിൽമെൻറ്റ്, ജനം ജീവിച്ചിരുന്ന ഒരു സെറ്റിൽമെൻറ്റ് സാധ്യതയാണ് അത് കാണിക്കുന്നത്. ഖനനത്തിനിടെ പുറത്തുവന്ന തോണിയും കടവും പട്ടണത്തിന്റെ സഞ്ചാരമാർഗം തോണികടത്തായിരുന്നുവെന്നും ഒറ്റപ്പെട്ട തുരുത്തായിരുന്നുവെന്നുമുള്ള വായനകളിലേക്കാണ് ചെന്നെത്തിച്ചത്. തുണിമില്ലുകളും ലോഹ കരകൗശല പാത്ര നിർമ്മാണ കേന്ദ്രങ്ങളുമുള്ള അതിപ്രൗഢമായ നാഗരിക ജീവിതം 2000 വർഷം മുമ്പേ പട്ടണത്ത് ഉണ്ടായിരുന്നെന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തി. യൂറോപ്യർ പറഞ്ഞു തന്ന പോലെ ഇലക്കുമ്പിളിൽ കഞ്ഞി കുടിച്ച് ഓലവീട്ടിൽ താമസിക്കുന്ന പ്രാകൃത ചരിത്രമല്ല നമ്മുടേതെന്നും നമ്മുടെ നാടും പൂർവികരും എത്ര സമ്പന്നരായിരുന്നു എന്നും ഈ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ പ്രാചീന തെളിവുകൾ നമ്മളോട് സാക്ഷ്യം പറഞ്ഞു. AD ആദ്യ ശതകങ്ങളിൽ വരെ നിലനിന്നിരുന്ന ഒരു ഇൻ്റർനാഷണൽ വ്യാപാര പാതയുടെ ഒരു ഭാഗമാണ് പട്ടണം എന്ന് പറയാം. പട്ടണത്തു നിന്ന് കിട്ടിയ വസ്തുക്കളാണ് ഒരുപക്ഷെ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചത്. അറ്റ്ലാന്റിക് മുതൽ പസഫിക് വരെയുള്ള ഏതാണ്ട് 60 തുറമുഖങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന, അതിൻ്റെ ഏതാണ്ട് മധ്യസ്ഥാനത്ത് കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ പാവം പട്ടണം ഗ്രാമം എന്ന് തെളിയുന്ന വസ്തുക്കളാണ് ഇവിടുന്ന് വന്നത്. വലിയൊരു കാലം വരെ
സംഘം കൃതികളിലെയും ഗ്രീക്ക് ലാറ്റിൻ രേഖകളിലെയും പാതി ഭാവന കലർന്ന അറിവ് മാത്രമായിരുന്നു കേരള തീരത്തിന്റെ വിദേശ ബന്ധങ്ങളുടെ ചരിത്രം. അതിൽ എന്നും മുഴങ്ങിക്കേട്ടത് മുസീരിസ് എന്ന പേരും. സംഘകാലത്തിലെ പ്രമുഖ കവിതകളിൽ പെരിയാർ തീരത്തെ മുസീരിസ് പട്ടണത്തിലടുക്കുന്ന വമ്പൻ കപ്പലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. യവനയാനങ്ങൾ പെരിയാറിനെ കീറിമുറിച്ച് സ്വർണവുമായി വന്ന് കുരുമുളകുമായി പോയിരുന്നുവത്രേ. മുസീരിസിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് ആനക്കൊമ്പും സുഗന്ധവ്യഞ്ജനങ്ങളും വസ്ത്രങ്ങളും കയറ്റി അയക്കുന്നതിനെപ്പറ്റി വിയന്ന പാപ്പിറസിലുമുണ്ട്. പ്ലിനിയുടെയും ടോളമിയുടെയും കൃതികളിലും പ്യുറ്റിംഗേറിയൻ മാപ്പിലും കേരളത്തിലെ തുറമുഖ തീരത്തെപ്പറ്റി ചില പരാമർശങ്ങളുണ്ടായി. പ്ലീസ്തൂസ് എഴുതിയ കൃതിയിൽ 5 തുറമുഖ പട്ടണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എന്നാൽ അതിൽ മുസീരിസ് എന്ന പേരില്ല. നമുക്ക് ഈ പെരിയാറിൻ്റെ തൊട്ടടുത്ത് ഈ സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാം പണ്ടത്തെ മുസീരീസിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് ഉണ്ടായിരുന്നു. മുസറിസ് എന്ന വാക്ക് ശരിക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി യാതൊരു ബന്ധമില്ലാത്തൊരു പേരാണ്. മുസറിസിൻ്റെ ഒരു പീക്ക് ഫേസ് എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ട് BC മുതൽ 3-ാം നൂറ്റാണ്ട് AD വരെ. ഈ സംഘം കോർപ്പസ് അതെല്ലാം എഴുതിയ രേഖകളാണ്. അതിൻ്റെ അകത്തൊരു മുസിറി പട്ടണം വളരെ പ്രമാദമായൊരു തുറമുഖമാണെന്നും അതിനെപ്പറ്റി കവിതകളും, അങ്ങനെ ഞാൻ ഈ മുസറിസ് എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്നത്. 1945 മുതൽ ഇതേ മുസീരിസിനെ തേടി ബ്രിട്ടീഷുകാരനായ മോർട്ടിമർ വീലർ കൊടുങ്ങല്ലൂരിൽ ഖനനം നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. അക്കാദമിക ചർച്ചകളിലെല്ലാം മുസീരിസിന്റെ സ്ഥാനത്തിനുള്ള സാധ്യത കൊടുങ്ങല്ലൂരിനായിരുന്നു. എന്നാൽ കേസരി ബാലകൃഷ്ണപിള്ള മാത്രമാണ് പറവൂരോ ഇരിങ്ങാലക്കുടിയുടെ പടിഞ്ഞാറോ ആണെന്ന വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത്. ആ വാക്ക് അച്ചട്ടാക്കുകയായിരുന്നു വടക്കൻ പറവൂരിലെ പട്ടണം എന്ന ഗ്രാമം. മുസീരിസിന്റെ ഭൗതിക തെളിവുകളെല്ലാം പട്ടണത്തിന്റെ മണ്ണ് വെളിപ്പെടുത്തി. അങ്ങനെ കേരളത്തിന് മറ്റ് ലോകങ്ങളുമായുണ്ടായിരുന്ന പ്രാചീന സമുദ്ര വ്യാപാര ബന്ധത്തിന്റെ ജീവിക്കുന്ന തെളിവുകൾ സമ്മേളിച്ച പൂർവിക ചരിത്ര ഇടമായി പട്ടണം മാറുകയായിരുന്നു. കേരളത്തിന്റെ 3000 വർഷത്തെ ചരിത്രശേഷിപ്പുകൾ 3 മീറ്റർ ആഴത്തിൽ പ്രധാനമായും 3 അടരുകളായാണ് പട്ടണത്തിലെ മണ്ണിൽ അടിഞ്ഞുകൂടിയിരുന്നത്. 3 മുതൽ 4 മീറ്റർ ആഴത്തിൽ ഏറ്റവും അടിത്തട്ടിലെ അടരിലാണ് 1000 BCE മുതൽ 300 BCE വരെയുള്ള കാലത്തെ ചരിത്ര അവശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അകത്ത് കറുപ്പും പുറത്ത് ചുവപ്പും നിറത്തിലുള്ള മൺപാത്രങ്ങളും ഇരുമ്പ് വസ്തുക്കളുമാണ് ഈ കാലഘട്ടത്തിലേതായി കണ്ടെത്തിയത്. കിട്ടിയ 90% പുരാവസ്തുക്കളും 300 BCEക്കും 300 CEക്കും ഇടയിലുള്ള കാലത്തിലേതാണ്. ആകെയുള്ള 4 മീറ്റർ ഖനനത്തിൽ 3 മീറ്റർ മണ്ണിലും സൂക്ഷിക്കപ്പെട്ട ചരിത്ര തെളിവുകളും ഈ കാലഘട്ടത്തിലേതാണ്. പട്ടണം നാഗരികത അതിൻ്റെ ഉച്ചകോടിയിലുള്ള കാലഘട്ടവും ഇതുതന്നെ. ലോകത്തിലെ 40 മറ്റു തുറമുഖങ്ങളുമായി ബന്ധമുള്ള ഉത്തരാധുനിക നഗരമായിരുന്നു പ്രാചീന കാലത്ത് പട്ടണമെന്ന് ഈ അടരിൽ നിന്ന് ലഭിച്ച പുരാവസ്തുക്കൾ വെളിപ്പെടുത്തി. ആംഫോറയെന്ന വിദേശ വീഞ്ഞുഭരണികൾ, പാർത്തിയൻ മൺപാത്രങ്ങൾ, ടോർപിഡോ ഒവോയിഡ് ജാറുകൾ എന്നിവ ലോകരാജ്യങ്ങളുമായി പട്ടണത്തിനുണ്ടായ വ്യാപാര ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. ഗ്ലാസ് മുത്തുകളും റോമൻ ഗ്ലാസ് പാത്രങ്ങളും കാമിയോ പോലുള്ള മുദ്രക്കല്ലുകളും ഇവിടെ വലിയ രീതിയിലുള്ള വിദേശ വ്യാപാരം നടന്നുവെന്നതിന് ലഭിച്ച തെളിവുകളാണ്. അറ്റ്ലാന്റിക് മുതൽ സൗത്ത് ചൈന വരെയുള്ള തുറമുഖ പട്ടണങ്ങളുമായി ബന്ധമുള്ള മറ്റേതിടമാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളതെന്ന് അത്ഭുതപ്പെടും ഇവിടെ നിന്ന് ലഭിച്ച വസ്തുക്കളെ കൂടുതൽ അറിഞ്ഞാൽ. ഈ മോൺസൂൺ വിൻഡ്സ് നമുക്ക് മോൺസൂണെ കൊണ്ട് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് റെഡ് സീയിൽ നിന്ന് കേരളത്തിന് എത്താം. അതും ഒരു ഫാക്ടറാണ്. അതുകൂടാതെ കേരളത്തിലെ ഈ മൗണ്ടെയിൻ റേഞ്ചിൽ നമുക്ക് ഒരുപാട് ഈ സ്പൈസസ് കിട്ടുന്നുണ്ട്. കേരളത്തിൻ്റെ സ്പൈസ് ഒരു സ്പെഷ്യൽ
കാറ്റഗറിയാണ്. ഇത്രത്തോളം സ്പൈസ് നമുക്ക് യൂറോപ്പിലേക്ക് കിട്ടില്ല. അതെല്ലാം ഇവിടെ വന്നിട്ട് ഈ ഈസി ആയിട്ട് അവർ പുഴ വഴിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് അവർ കച്ചവടം നടത്തിയത്. ചുട്ട കല്ലുകൾ, മേൽക്കൂരയോടുകൾ, മണിക്കിണറുകൾ, ചെമ്പും ഈയവും കൊണ്ടുള്ള ചേര നാണയങ്ങൾ എന്നിവ ഈ കാലഘട്ടത്തിലെ സജീവ നാഗരികതയും തുറമുഖ പട്ടണം നിലനിന്നിരുന്നു എന്നതിന്റെ മൂർത്തമായ തെളിവുകളും തരുന്നു. സ്വർണം, വെള്ളി, ചെമ്പ് ഉൾപ്പെടെയുള്ള ലോഹസാന്നിധ്യം, വിലപിടിപ്പുള്ള വർണ്ണക്കല്ലുകൾ, വാസ്തുശില്പ അവശിഷ്ടങ്ങൾ എന്നിവ ഈ കാലഘട്ടത്തിലേതായി ലഭിച്ചു. പട്ടണത്തിലെ മണ്ണിലെ ഏറ്റവും മുകളിലുള്ള ഉദ്ദേശം 1 മീറ്റർ അടര് മധ്യകാലത്തിലേതും ആധുനിക കാലത്തിലേതുമാണ്. നീലവെള്ള ചൈനീസ് സെറാമിക്സ് അവശിഷ്ടങ്ങളെ ഈ കാലഘട്ടത്തിലേതായി ലഭിച്ചിട്ടുള്ളൂ. പഴയകാല കെട്ടിടാവശിഷ്ടങ്ങൾ പുനരുപയോഗിച്ചതിൻ്റെ തെളിവുകളല്ലാതെ അക്കാലത്തുണ്ടാക്കിയ വാസ്തുകലകളുടെ തെളിവ് ലഭിച്ചിട്ടില്ല. വ്യാപാരം നടന്നുവെന്നതിനുള്ള വളരെ കുറഞ്ഞ തെളിവുകളെ ഇക്കാലത്തേതായി ലഭിച്ചിട്ടുള്ളൂ. പ്രധാനമായും 5 വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് പട്ടണത്തിൽ കിട്ടുക. ഏറ്റവും പ്രധാനം ചെളിയായിരുന്നു, രണ്ടാമത് ലോഹങ്ങളായിരുന്നു, മൂന്നാമത് വർണ്ണക്കല്ലുകളാണ്. വർണ്ണക്കല്ലിൻ്റെ ഒരു ആഘോഷമുണ്ട്. ഞങ്ങൾ 11-12 ഇനം കണ്ടെടുത്തിട്ടുണ്ട്. അത് ലോകത്തൊക്കെ ഉള്ളതാണ്. പിന്നുള്ളത് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു അത്ഭുത സാധനം. പക്ഷെ നമ്മൾ മുത്തുകൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പട്ടണത്തൊന്ന് 1% താഴെ കുഴിച്ചുകൊണ്ട് 1,00,000 പരം കിട്ടിയിട്ടുണ്ട്. 40 രാജ്യങ്ങളിലെ അവശിഷ്ടങ്ങൾ പട്ടണത്ത് ഈ DNA തെളിവുകളായും ഭൗതിക വസ്തുക്കളായും നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. 45 ലക്ഷം മൺപാത്ര കഷ്ണങ്ങളാണ് പട്ടണം ഖനനത്തിലൂടെ കണ്ടെടുത്തത്. ഇതിൽ 1.5 ലക്ഷത്തോളവും വിദേശ മൺപാത്ര കഷ്ണങ്ങളായിരുന്നു. ഇന്ത്യയിൽ മറ്റൊരിടത്തു നിന്നും ലഭിക്കാത്തത്ര വിദേശ മൺപാത്ര കഷ്ണങ്ങളാണ് പട്ടണത്ത് നിന്ന് ലഭിച്ചത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് യൂറോപ്പ്, ആഫ്രിക്ക, മറ്റ് ഏഷ്യൻ ഭാഗങ്ങളുമായി അന്നുണ്ടായിരുന്ന വ്യാപാര സാംസ്കാരിക ബന്ധത്തിന്റെ ചരിത്രം കൂടിയായിരുന്നു ഈ മൺപാത്രങ്ങളിലൂടെ വെളിപ്പെട്ടത്. ഇതിനെല്ലാത്തിനും പുറമെ റോമൻ സാമ്രാജ്യത്തിനു പുറത്ത് ഇത്രയധികം റോമൻ ഉൽപ്പന്നങ്ങൾ ഖനനം ചെയ്തെടുത്ത ലോകത്തിലെ തന്നെ അപൂർവ ഇടവും. ഒരു പാത്രത്തിൻ്റെ ഒരു പ്രത്യേക മൂഡ് കിട്ടി. അതുണ്ടല്ലോ ചാരായം മാറ്റാൻ ഉപയോഗിച്ചതാണെന്ന് 100%. അല്ലാതെ നമുക്ക് തോന്നുന്ന, കാരണം ഇതിന് സ്റ്റഡീസ് നടത്താനൊന്നും നമുക്ക് സൗകര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വേറെ തെളിവുണ്ട്. സംഘകൃതികൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഞാൻ ഒരു 200 പേജ് വായിച്ചുകൊണ്ട് 100 ചില്ലുവാനും സ്ഥലത്ത് ടോഡിയുടെയും അറാക്കിൻ്റെയും പരാമർശങ്ങളുണ്ട്. അത് ഈ ഏറ്റവും മുന്തിയ ഇനം വൈൻ കൊണ്ടുവന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച ആൾക്കാർ, പ്രത്യേകിച്ച് ഗ്രീസിലെ ഒരു പ്രൊഫസറെ കണ്ടുകൊണ്ട് അയാൾ പറഞ്ഞ്, ചെറിയാൻ ഇത് ചെറിയ കാര്യമല്ല. ദേ വർ മേക്കിംഗ് മണി ആൻഡ് ഓർ ദേ വർ എക്സ്ചേഞ്ചിങ് ഇഫ് യു ഹാവ് ഗോട്ട് സിമിലർ ലിക്കർ, സിമിലർ മൾഡ് വൈൻ. അപ്പോഴല്ലേ ഇവിടെ ഈ സാഹിത്യത്തിൽ മുഴുവൻ ഇതാ. പാത്രങ്ങൾക്കു പുറമെ കുപ്പി, വർണ്ണക്കല്ല്, 4 ഇനം ലോഹങ്ങൾ, കളിമണ്ണ് തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ 1.5 ലക്ഷത്തോളം വസ്തുക്കളും ലഭിച്ചു. വർണ്ണക്കല്ല് സ്റ്റോൺ, അതിൻ്റെ ഒരു അത്ഭുത ലോകമാണ്. അത് അവിടെ തന്നെ ഉണ്ടാക്കിയതാണെന്ന് മെഡിറ്ററേനിയൻ തീരത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർ മോതിരമുദ്രയായിട്ടോ, ഈ ഫാൻഡമില്ലേ, ഫാൻഡത്തിൻ്റെ മുദ്ര, അതുപോലെയൊക്കെ പല ചിഹ്നങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചതാണ്. അത് നല്ല പങ്ക് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതാകാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം ഈ കുഴിച്ചെടുത്തപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, അതിൻ്റെ ഇച്ചിരി മുഴുത്ത അതേ നിറവാണ്, അങ്ങനെ ഭയങ്കര മിനുസം. അപ്പോൾ ഇത് കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞ എണ്ണയുണ്ടല്ലോ, ഈ കുട്ടി കഴുകിയ എണ്ണയുണ്ടല്ലോ, അത് 5 കഷ്ണമായി. നോക്കിയോണ്ടേ എന്താ ഇത്, നമ്മളൊരു പിച്ചാത്തി കൊണ്ട് ഉരുളക്കിഴങ്ങ് 5 കഷ്ണമായിട്ട് മുറിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ആ കുട്ടി അത് തിരിച്ചു വെച്ചോണ്ട് പഴയതായി. ഇതെന്തോ കാണിക്കുന്നത്? അപ്പം ഞങ്ങളത് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കാര്യം മനസ്സിലായി. അത് ബ്ലേഡ് പോലെയുള്ള എന്തോ വെച്ച്, ബ്ലേഡിനെക്കാട്ടി കനം കുറഞ്ഞായിരിക്കണം, കാരണം ഇത് ഒരുമിച്ച് വെച്ചാൽ വീണ്ടും അത് ഉരുളങ്കല്ലാകും. സോ യു തിങ്ക് ഓഫ് ദ ടെക്നോളജി. പിന്നെ അയൺ വാസ് അവർ ഒരു ബാക്ക് ബോൺ. അത് 11,000 എണ്ണ കിട്ടിയത്.
അത്ഭുതമാണ്. ആഞ്ഞിലിയുടെ ഒറ്റത്തടിയിൽ നിർമ്മിച്ച 6 മീറ്ററോളം നീളം വരുന്ന പുരാതന വഞ്ചിയും കടവുമാണ് ഖനനത്തിലെ ഏറ്റവും കൗതുകമുണർത്തിയ കണ്ടെത്തലുകളിലൊന്ന്. പട്ടണത്തിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അതിൻ്റെ 4 വശവും ഈ കണ്ടൽക്കാടുകളും വെള്ളക്കെട്ടുകളുമാണ്. പിന്നെ അതിൻ്റെ അകത്തൂടെ എല്ലാം അടുത്ത കാലം വരെ പാലിയോ ചാനൽസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തിരഞ്ഞെടുത്തത്. തോണി കടവിൽ കെട്ടാനുള്ള 7 തേക്കിൻ മരക്കുറ്റികളും അവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ചെങ്കല്ലും ചുണ്ണാമ്പും ചെളിയും ചേർന്ന മിശ്രിതം കൊണ്ടാണ് കടവ് നിർമ്മിച്ചിരിക്കുന്നത്. 19 നിര ഇഷ്ടികക്കെട്ട് കടവിന് കൂടുതൽ ഉറപ്പു നൽകുന്നു. സംഭരണശാലയോ പാർപ്പിടമോ ആയിരിക്കാവുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും കടവിനോട് ചേർന്ന് കണ്ടെത്തി. ഈ സുക്രി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ട്. വാർഫൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അതിനി അടുത്ത 2000 വർഷത്തേക്ക് പൊട്ടുമില്ലാത്തത്. കാരണം 2000 വർഷം മുമ്പുണ്ടാക്കിയ യൂറോപ്യൻ കൗണ്ടർ പാർട്ട് ഓഫ് കോൺക്രീറ്റ് ആണ്. അത് പോർസലിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മളുണ്ടാക്കിയത് ചുണ്ണാമ്പ്, ചെളി, പിന്നെ നമ്മുടെ ചെങ്കല്ല്, പാത്രകഷ്ണങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ക്രംസ് ഇതെല്ലാം പൊടിച്ച് നമ്മൾ പെടാപ്പാട് വിട്ട് അതിലൊരു ഭാഗമൊന്ന് ഇതെന്തുവാണെന്നറിയില്ലല്ലോ, കോൺക്രീറ്റാണെന്നാണ് ഞങ്ങളെല്ലാം വിചാരിച്ചത്. സംരക്ഷിക്കുന്നതിലെ പരിമിതി കാരണം ഈ ഇഷ്ടികക്കെട്ടുകളും വഞ്ചിയുമെല്ലാം പട്ടണത്തെ മണ്ണിനടിയിൽ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖനനത്തിനായി ഇറങ്ങി പുറപ്പെട്ട ചരിത്രകാരരെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു ജലശേഖരണത്തിനുള്ള മണിക്കിണറുകളും ശൗചാലയ നിർമ്മിതികളും. 8ഓളം മണിക്കിണറുകളും 6ഓളം ശുചിമുറി സാങ്കേതിക വിദ്യകളും ഇവിടെ നാഗരികത നിലനിന്നുവെന്നതിനുള്ള തെളിവുകളാണ്. മച്ചിലോട് കഷ്ണങ്ങളും വെന്ത കളിമൺ കൊണ്ടുള്ള തറയും ഇരുമ്പാണികളും ഉപയോഗിച്ച് പണിത വീടുകളിലായിരുന്നു അവർ താമസിച്ചത്. ആസൂത്രിത ജീവിതവും ശുചിത്വവും പാലിച്ചിരുന്ന ജനതയായിരുന്നു അവരെന്നാണ് ഖനനത്തിന്റെ പൊരുൾ. വലിയ 3 വലിയ മൺപാത്രങ്ങൾ ഒന്നിനു മേലെ ഒന്ന് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ അടി പൊട്ടിച്ച് താഴോട്ട്, അതിൻ്റെ മുകളിൽ നല്ല ഇന്നത്തെക്കാട്ടി നല്ല സീലിംഗ് ഉണ്ടാകും. പക്ഷേ അത് ദ്രവിച്ചു പോയി, കാരണം തടി കൊണ്ടുണ്ടാക്കിയതായിരിക്കും. പിന്നെ കിണർ, ഇതെല്ലാം ചെളിയാണ്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നും. കുഴിച്ചെടുത്ത വിശാലമായ ഇഷ്ടിക ഘടന കേരളത്തിൽ നിന്ന് ഇന്ന് വരെ കണ്ടെടുത്തതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഇഷ്ടിക വാസ്തുവിദ്യയായിരിക്കാം. ബ്രിക്സ് അത്ര സ്ട്രോങ് അല്ല. കേരളത്തിലെ ബ്രിക്സ് എല്ലാം മഴ കൊണ്ട് ഇങ്ങനെ എറോഡ് ആവും. ഇവിടുത്തെ പട്ടണത്തിൽ കിട്ടിയ എല്ലാ ബ്രിക്സും അങ്ങനെയായിരുന്നു, എഡ്ജ് ഷാർപ്പായിട്ട് ഉണ്ടാവില്ല. കാരണം അതെല്ലാം വാറണ്ടിയർ റെയിൻഫോൾ അതുകൊണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഇവർ ഈ സർഫേസിന് വേണ്ടിയിട്ട് ഇതുപോലെ അത് ഇവരുടെ ഒരു ഇന്നോവേഷന് നമുക്ക് പറയാം. ഈ അർബൻ സെൻറ്റേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഈ ബ്രിക്ക് ആർക്കിടെക്ചർ കിട്ടുന്നുണ്ട്. അതുപോലെ ടോയ്ലറ്റ് പോലെ ചില ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ ഒരു പ്ലാൻഡ് ടൗൺഷിപ്പ്, ചില റൂറൽ സെറ്റിൽമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ ഒരു ഗ്രിഡ് പാറ്റേൺ ഉണ്ടാവില്ല. പട്ടണത്ത് ഗ്രിഡ് പാറ്റേൺ ഉണ്ടായിരുന്നു, ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു. അർബൻ സെൻറ്റേഴ്സിലെല്ലാം ഹൗസസ് ഇൻ എ റോ on there will be a central street and then houses on both sides. Laid township ന്ന് നമുക്ക് പറയാം. അത് നമുക്ക് വരുന്നത് early historic periodലാണ്. കാരണം ഈ കമേഴ്ഷ്യൽ സെൻറ്ററിലെ നമുക്ക് ഒരു ഇൻട്രാക്ഷൻ ചെയ്യണമെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വേണം. അതുകൊണ്ടാണ് ഈ പാറ്റേൺ വരുന്നത്. റൂറൽ സെറ്റിൽമെന്റിന്റെ അകത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ കാണില്ല. യൂറോപ്യർ നിരന്തരം കച്ചവടത്തിന് വന്നിരുന്ന ഈ തുറമുഖ പട്ടണം പാത്ര, തുണി, ടൈൽ, ലോഹ നിർമ്മാണ വ്യവസായങ്ങളുള്ള വലിയ നാഗരിക ഇടമായിരുന്നുവെന്ന് തെളിയിക്കുന്നു 2 പതിറ്റാണ്ടിനിടെ പട്ടണത്തിൽ നിന്ന് കുഴിച്ചെടുത്ത കണ്ടെത്തലുകളെല്ലാം. ജാതി വ്യവസ്ഥാധിപത്യത്തിനും യൂറോപ്യരുടെ അധിനിവേശത്തിനും മുമ്പുള്ള കേരളീയ ചരിത്രം അപകർഷതയോടെ നോക്കിക്കാണേണ്ടതില്ലെന്ന് സാരം. ഇവരുടെ കയ്യിൽ ബ്രോൺസ് ടെക്നോളജി ഉണ്ടായിരുന്നു, കോപ്പർ ടെക്നോളജി ഉണ്ടായിരുന്നു, അയൺ ടെക്നോളജി ഉണ്ടായിരുന്നു, ലാപ്പിഡിയറി ഉണ്ടായിരുന്നു, പോട്ടറി മേക്കിംഗ് ഉണ്ടായിരുന്നു, ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു, നമുക്ക് ഉറപ്പായിട്ട് പറയാം. പിന്നെ ഏറ്റവും പ്രധാനം ലോഹമാണ്, ഇരുമ്പ്. അതാണ് വളരെ അടിസ്ഥാനപരമായിട്ടാണ്. പിന്നെ കോപ്പർ, അത് പുറത്തുനിന്ന് വന്നതാണ്. സ്വർണം, അതും കൂടുതലും പുറത്തുനിന്ന് വന്നതാണ്. പിന്നെ ഈയം. പിന്നെ ഈ അടുത്ത സമയത്ത് പാമയുടെ എക്സ്കവേഷനിൽ റെയർ എർത്തും കണ്ടുപിടിച്ചിട്ടുണ്ട്. സൂചന, ഇറ്റ് ഹാസ് ടു ബി കൺഫേംഡ്. മലബാർ തീരത്തിനുണ്ടായ
പ്രാചീന വിദേശ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആംഫോറ അഥവാ വീഞ്ഞുഭരണിയുടെ കഷ്ണങ്ങൾ. ഇന്ത്യയിൽ മറ്റൊരു പുരാവസ്തു സൈറ്റിൽ നിന്നും കണ്ടെത്താനാവാത്തത്ര എണ്ണം ആംഫോറ കഷ്ണങ്ങൾ പട്ടണത്തിന്റെ മണ്ണിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വീഞ്ഞ്, ഒലിവെണ്ണ, മത്സ്യങ്ങളുടെ സത്ത് എന്നിവ ഇത്തരം ആംഫോറയിൽ ശേഖരിച്ചുകൊണ്ടാണ് കച്ചവടക്കാർ ദീർഘദൂര കപ്പൽ യാത്രകൾക്ക് പുറപ്പെട്ടിരുന്നത്. കപ്പൽ യാത്രയ്ക്കുതകും വിധം പിടിയോടുകൂടി അടികൂർത്ത് പ്രത്യേക ആകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരുന്നത്. ആഫ്രിക്കയിലേക്കാകട്ടെ, അല്ലെങ്കിൽ അറേബ്യയിലേക്കാകട്ടെ, ചെങ്കടൽ തീരത്തേക്കാകട്ടെ, അല്ലെങ്കിൽ ബ്ലാക്ക് സീ ഏരിയയിലേക്കാകട്ടെ, ഇവിടേക്കൊക്കെയും ഈ പറയുന്ന റോമൻ കോർ ഏരിയ എന്ന് അല്ലെങ്കിൽ ഗ്രീസ് കോർ ഏരിയ എന്ന് ഈ പറയുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഡയറക്ഷനിൽ ആംഫോറയിൽ വൈൻ, ഒലിവ് ഓയിൽ, ഫിഷ് സോസ് അങ്ങനെ പല പ്രോഡക്ട്സ് പല റീജിയൻ അനുസരിച്ച് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈജിപ്തിലായാലും നൈൽ ഡെൽറ്റയിൽ നിന്നും മറ്റും ഉൽപ്പാദിച്ച വൈൻ ആംഫോറകൾ ധാരാളം റോമിലേക്കും പോയിട്ടുണ്ട്. ഈ ടൈപ്പ് ആംഫോറകൾ തന്നെയാണ് പട്ടണത്ത് കിട്ടുന്ന ആംഫോറകൾ തന്നെയാണ് അവിടെ കിട്ടുന്നത്. ട്രേഡിംഗ് ട്രാൻസ്പോർട്ട് ജാറുകൾ എപ്പോഴും സെൽഫ് സ്റ്റാൻഡിങ് ആയിരിക്കില്ല. അത് കോണിക്കലായിട്ട് താഴെ പോയിട്ട് അത് തന്നെ കാണിക്കുന്നത് അതൊരു മാരിടൈം റൂട്ടിലേക്ക് തന്നെ വേണ്ടിയാണ്. അതായത് അത് തനിയെ കുത്തിവെച്ചാൽ അത് താഴെ പോകും. അപ്പോൾ അത് ആ വലിയ വുഡൻ റാക്കുകളിലേക്ക് ഇറക്കി വെക്കാനാണ്. അതുപോലെ തുറമുഖങ്ങളിൽ ഇറക്കുമ്പോൾ അത് ക്യാരി ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഈ ആംഫോറയുടെ പിടിയും ആംഫോറയുടെ ഈ കൂർത്ത മുനയും. രണ്ടു ഭാഗത്തും തുളയുള്ള ട്യൂബുലർ ജാറുകളാണ് കൗതുകമുള്ള മറ്റൊരു കണ്ടെത്തൽ. ട്യൂബുലർ ജാവ് കിട്ടിയ അതേ ഇടത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം ക്രൂസിബിൾസ് കിട്ടുന്നത്. ഈ ക്രൂസിബിൾസ് എപ്പോഴും ചെറിയ ലോഹം ഉരുക്കാനോ അത്രയധികം ഊഷ്മാവിൽ ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സമീപത്തൊന്നും നിൽക്കാൻ സാധിക്കില്ല. ഇതിന് കരണ്ടികൾ കൊണ്ടൊക്കെ ചെയ്തൊക്കെ വേണം അത്. അപ്പോൾ അതിനു വേണ്ട പലതരം ടെറാക്കോട്ട ക്രൂസിബിൾസും സ്ലാഗും ലോഹം ഉരുക്കിയതിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഈ ട്യൂബുലർ ജാവുകൾ ഒരുപക്ഷെ മെറ്റലർജി ആയിട്ട് ബന്ധപ്പെടാൻ ആകാൻ കൂടുതൽ സാധ്യത. റോമൻ മൺപാത്രങ്ങളിൽ തന്നെ മുന്തിയ ഇനമാണ് ടെറാ സിഗിലറ്റ. അക്കാലത്തെ പ്രബലരുടെ തീൻമേശകളിലാണ് ഈ മിനുസമുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അരിക്കമേട് പ്രദേശത്തിന്റെ കാലപ്പഴക്ക നിർണയത്തിന് സഹായകമായതുപോലെ പട്ടണത്തിന്റെ കാലപ്പഴക്കത്തിനും ടെറാ സിഗിലേറ്റ സഹായിക്കും. അന്നത്തെ കണക്ക് പ്രകാരം ആകെ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ ടെറാ സിഗിലേറ്റ കഷ്ണങ്ങളിൽ 70% പട്ടണത്തിൽ നിന്നായിരുന്നു. അതോടൊപ്പം ടർക്കോയ്സ് ഗ്ലേസ്ഡ് വെയർ എന്ന് പറഞ്ഞിട്ട് TGP അതും കിട്ടുന്നുണ്ട് ഇവിടെ. അത് മിക്കവാറും ഈജിപ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉത്ഭവം എന്നുള്ള ഒരു നിഗമനമുണ്ട്. എലീറ്റ് ട്രേഡേഴ്സ് എന്തായാലും ഇവിടെ തങ്ങിയിരിക്കണം. അത് ഇന്ത്യൻ ട്രേഡേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ മെഡിറ്ററേനിയനോ ഈജിപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം വ്യാപാരികൾ ഇവിടെ എന്തായാലും ഉണ്ടായിരുന്നിരിക്കണം. അവരുടെ ഉപയോഗത്തിനായിട്ട് തീൻമേശയിൽ ഉപയോഗിക്കുന്ന മുന്തിയതരം വൈൻ, മുന്തിയതരം ഒലിവ് ഓയിൽ, ഫിഷ് സോസ്, അതേപോലെ തന്നെ ടെറാ സിഗിലേറ്റ പോലെ ഉള്ള മൺപാത്രങ്ങൾ, ഈ ഞാൻ നേരത്തെ റൂലറ്റഡ് വെയർ, ഏതാണ്ട് ടെറാ സിഗിലേറ്റയോട് കിടപിടിക്കാവുന്ന ഇന്ത്യൻ മൺപാത്രം തന്നെയാണ് ഈ റൂലറ്റഡ് വെയർ. അതിൻ്റെ ഒരു വലിയ പ്രസൻസും ഈ ഇത്രയധികം ജ്വല്ലറിയുടെ ഒരു പ്രസൻസും ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു ധനികരായിട്ടുള്ള വലിയ ഒരു കൂട്ടം വ്യാപാരികൾ തീർച്ചയായിട്ടും തങ്ങിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ആദ്യമായാണ് റൗലറ്റഡ് വെയർ എന്ന ഇന്ത്യൻ മൺപാത്ര കഷ്ണങ്ങൾ ലഭിച്ചത്. ഇന്ത്യക്കുള്ളിൽ നിലനിന്നിരുന്ന പ്രാദേശിക കച്ചവട ബന്ധങ്ങളിലെ പട്ടണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഈ മൺപാത്ര ചീളുകൾ. പട്ടണത്തിന് വിദേശത്ത് മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലാകെ സജീവമായ വാണിജ്യ സാംസ്കാരിക വിനിമയം ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണിത്. ബുദ്ധൻ്റെ ബൗള് എന്നുള്ള രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മെറ്റല്ല. ഇവിടെ അതേ ഷേപ്പിൽ അതിൻ്റെ അടിയിൽ ഈ റൂലറ്റഡ് മാർക്കാണ് തുകലിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിട്ട് അതിങ്ങനെ അടിക്കും. അതിമനോഹരമായ സൂക്ഷ്മമായ ഡിസൈൻസാണ്. അതിൻ്റെ ഏതാണ്ട് ഒരു 70% വലിപ്പമുള്ള ഒരു മുഴുവൻ സാധനവും പട്ടണത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഒമാനിലെ ഘോർ റോറിയിൽ നിന്നും മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തിരിച്ചറിയപ്പെടാത്ത മൺപാത്രങ്ങളിലൊന്ന് പട്ടണത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിങ്ക് കലർന്ന നിറത്തിലുള്ള ഇവ പട്ടണം ഘോർ റോറി വെയർ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഒമാനിൽ മാത്രമല്ല, ഒമാൻ്റെ സമീപ രാജ്യങ്ങളിലെ സൈറ്റുകളിൽ നിന്നും അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ട്രേഡിംഗ് കൂടെ ഇവിടെ നടന്നിട്ടുണ്ട്. പട്ടണം ഒളിപ്പിച്ച ചരിത്രത്തെ വീണ്ടെടുക്കാൻ സഹായിച്ച
പ്രധാന ഘടകം മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്ന് കാലാകാലങ്ങളായി ലഭിച്ച കൽമുത്തുകളാണ്. വിവിധ നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള വർണ്ണക്കല്ലുകളുടെയും മുത്തുകളുടെയും വലിയ ശേഖരം തന്നെ ഇവിടെ നിന്ന് ലഭിച്ചു. മുത്തുകളുടെ നിർമ്മാണാവശിഷ്ടങ്ങളും ചീളുകളും ഇവിടെ ആഭരണ നിർമ്മാണ വ്യവസായമോ മുത്ത് നിർമ്മാണ വ്യവസായമോ ഉണ്ടായിരുന്നു എന്നതിന്റെ അത്ഭുതപ്പെടുത്തുന്ന സൂചനയാണ് നൽകുന്നത്. ലാപ്പിഡറി വർക്ക്ഷോപ്സ്, വർണ്ണക്കല്ലുകൾ, അതിൻ്റെ കേന്ദ്രമായിരുന്നു. കാരണം അതിൻ്റെ ചിപ്പുകളില്ലേ, വേസ്റ്റ്, അത് തന്നെ ഏതാണ്ട് 2000-2500 കഷ്ണം. നമ്മൾ 1% ഇതുവരെ കുഴിച്ചിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. ആ ഗ്ലാസിൻ്റെ ബീഡ് വൻതോതിലൂടെ നിർമ്മിച്ചതായിട്ട് തെളിവുകളില്ല. പക്ഷേ സ്റ്റോണിൻ്റെ ബീഡ്, ക്യാമിയോ ബ്ലാങ്ക്സ്, ഇൻഡാഗ്ലിയോ അങ്ങനെ തുടങ്ങി അനവധി പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കൾ ഡെക്കാൻ പ്രദേശത്തു നിന്ന്, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചതിൻ്റെയും ബീഡ് ഇൻഡസ്ട്രിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള അത് കട്ട് ചെയ്തതിൻ്റെയും അത് പോളിഷ് ചെയ്തതിൻ്റെയും അത് വേസ്റ്റേജും അതിൻ്റെ ബാക്കി വന്ന പ്രോഡക്ട്സിൻ്റെയും സ്റ്റോൺ ബീഡ് ഇൻഡസ്ട്രിയുടെ വ്യാപകമായിട്ടുള്ള തെളിവുകളാണ് പട്ടണത്തിന് കിട്ടുന്നത്. 2000 വർഷം മുമ്പ് കേരളീയരുടെ പൂർവികർ വസ്ത്രം ധരിച്ചിരുന്നോ എന്നുയർന്നേക്കാവുന്ന ചോദ്യങ്ങൾക്കും പട്ടണം ഉത്തരം നൽകുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഒരു സ്ട്രോങ് ടെക്സ്റ്റൈൽ ട്രഡീഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമുക്ക് പറയാം പട്ടണത്തിലെ ആളുകൾ വസ്ത്രം ധരിച്ചിട്ട് കാണും. തൊട്ടടുത്ത തമിഴ്നാട് ഈ മരുതം പ്രദേശത്ത് മുഴുവൻ മരുതം തിണൈ. പക്ഷേ അവിടുന്ന് ഈ പരുത്തി ഇവിടെ കൊണ്ടുവന്ന് ഈ മുസിറിസ് കാലത്ത് അത് വസ്ത്രമാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ നല്ല സൂചനകളുണ്ട്. സ്പിൻഡിൽ വോൾ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭയങ്കര മൾട്ടി ടാലൻ്റായിട്ടുള്ള മനുഷ്യരായിരുന്നു. അപ്പോൾ അത് കയറ്റി അയച്ചിരുന്നു. അപ്പോൾ തുണിയായിട്ടും വന്നിട്ടുണ്ട്, ഇവിടെ തുണി ഉണ്ടാക്കി കയറ്റി അയക്കുന്ന രീതിയുണ്ട്. മുസിറിസ് പാപ്പറസ് എന്ന് പറഞ്ഞ ഒരു രേഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി തുണിയാണുള്ളത്. പിന്നെ ആനയുടെ കൊമ്പാണുള്ളത്. പിന്നെ സുഗന്ധദ്രവ്യങ്ങളും പച്ചില മരുന്നുകളും ഒക്കെ ഉണ്ട്. വിരലിൽ അണിയുന്ന മോതിരമുദ്രകളും മാലയുടെ പതക്കങ്ങളും പട്ടണം ഖനനത്തിലെ സവിശേഷ വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. ഇൻടാഗ്ലിയോ എന്ന് പറയുന്ന റോമൻ ഒബ്ജക്റ്റ്, അത് ഒരു ഗോഡ് ഫോർച്യൂണോയുടെ ഒരു ഫിഗർ അതിൽ കാവ് ചെയ്തിട്ടുണ്ട്. കാമിയോ എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ആണ്. ഇൻടാഗ്ലിയോ എന്ന് പറയുന്നത് കാവ് ചെയ്ത് അതിനെ നമുക്ക് സീലായിട്ട് യൂസ് ചെയ്യാം. ഏതാണ്ട് 3 മീറ്റർ താഴ്ചയിൽ ജലനിരപ്പിന് താഴെ കുരുമുളക്, ഏലക്ക, നെല്ല്, കുന്തിരിക്കം, നെല്ലിക്ക, ചിരട്ട, നാര് തുടങ്ങിയ സസ്യാവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇവയുടെ മുകളിൽ 1 അടിയോളം ഉണ്ടായ കട്ടിച്ചെളി ആവരണമാണ് ജീർണിക്കാതെ കാലപ്പഴക്കം നിർണയിക്കാനായി ഇവ നമുക്കായി കാത്തുവെക്കപ്പെടാൻ കാരണം. ഈ ജൈവത്തിൽ വരുന്നതാണ് ഈ ചാരായവും കള്ളും വൈനും ആനിമൽ ബോൺസ്, ഹ്യൂമൻ ബോൺസ്. 4 പേര് സൗത്ത് ഏഷ്യയിൽ നിന്ന്, അതായത് നമ്മളുടെ 4 പേര് വെസ്റ്റ് ഏഷ്യ മുതൽ ആഫ്രിക്ക വരെ, ആ ബാൾക്കൻ മുതൽ 3 പേര് യൂറോപ്പിൽ നിന്ന്. ഒരെണ്ണത്തിൽ നിന്ന് DNA എക്സ്ട്രാക്റ്റ് കിട്ടിയില്ല. അത് ഈ ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള അവശിഷ്ടവും ഈ എക്സ്ട്രാക്റ്റും കിട്ടിയില്ല. ബട്ട് ദിസ് ഈസ് ഇനഫ് ടു ടെൽ ഹൗ കോസ്മോപോളിറ്റൻ വാസ് യുവർ ആൻസിസ്റ്റേഴ്സ്. ഇതിലേതാ താൻ, ഇതിലേതാ ഞാൻ, ഇതിലേതാ ആ പുള്ളി. റോമൻ ബന്ധങ്ങൾക്കു മുൻപേ പാർത്തിയൻ, സസാനിയൻ സംസ്കാരങ്ങളുമായി പട്ടണത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് നീലയും പച്ചയും നിറങ്ങളിലുള്ള മൺപാത്ര കഷ്ണങ്ങൾ നൽകുന്ന സൂചന. അറേബ്യ, മെസപ്പൊട്ടോമിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവയാണിവ. ഉദ്ദേശം 3000 വർഷം മുമ്പ് ഇരുമ്പ് യുഗത്തിലാവാം പട്ടണപ്രദേശത്ത് തദ്ദേശീയർ വാസം തുടങ്ങിയതെന്നാണ് ട്രഞ്ചുകളിലെ അടരുകളുടെ വിശകലനവും കാർബൺ ഡേറ്റുകളും നൽകുന്ന സൂചന. പിന്നീട് ക്രിസ്തുവർഷാരംഭത്തോടെ ഇവിടേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കച്ചവട ബന്ധങ്ങൾ വന്നു ചേർന്നതായിരിക്കാം എന്ന വായനകളുമുണ്ട്. BC 1 മുതൽ CE 3 വരെയാണ് റോമൻ അറേബ്യൻ ബന്ധങ്ങൾ സജീവമായത്. CE 300 ശേഷമുള്ള പട്ടണത്തെ ജനജീവിതം സംബന്ധിച്ച് അവ്യക്തമായ ചിത്രങ്ങളേ ഉള്ളൂ. വലിയ പ്രകൃതി ദുരന്തത്തിൽ നഗരമാകെ ഒലിച്ചുപോയതാവാം ഈ പ്രദേശത്തിന്റെ ദീർഘ സുഷുപ്തിയുടെ കാരണമെന്ന് ചില വായനകളുമുണ്ട്. അന്ന് കുഴിച്ചപ്പോൾ കിട്ടിയത് കുറച്ച് കലങ്ങളാണ്.
അത് നല്ല വൃത്തിയുള്ള കലങ്ങൾ ആരോ കഴുകി കമത്തി വെച്ചേക്കണ പോലെ ഇങ്ങനെ നിലത്തിങ്ങനെ വെച്ചേക്കാം. നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു വല്ലാത്തൊരു ഈറി ഫീലിംഗ് വരും അതിനകത്ത്. ഏതോ ഒരു വീട്ടമ്മ ആ പാത്രം ഇങ്ങനെ കഴുകി കമത്തി വെച്ച് പോയി, പിന്നെ അത് നല്ല പുഴമണൽ വന്ന് മൂടിക്കാണ് അത് മുഴുവൻ. ശരിക്കും അതൊരു വെള്ളപ്പൊക്കത്തിലായിരിക്കണം അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരു തെളിവില്ല. ഉണ്ടാകാം. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും പറയുന്നത് അവർക്ക് പല വെള്ളപ്പൊക്കങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം വലിയതെന്തെങ്കിലും അപ്രത്യക്ഷമാകണമെങ്കിൽ നമ്മളൊരു വെള്ളപ്പൊക്കം കൊണ്ടുവരും. പട്ടണത്ത് ഈ ഉയർന്ന ഒരു ദ്വീപെന്ന നിലയിൽ അതിനെ ഒരിക്കലും സ്വാധീനിച്ചതായിട്ട് ആർക്കിയോളജി പരമായും ടൈപ്പോളജി പരമായും, കാരണം ഈ വെള്ളപ്പൊക്കം വന്നാൽ പല സാധനങ്ങളും കുത്തനെ നിൽക്കും, ഇങ്ങനെ പരന്നല്ല കിടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ചവർ പറയുന്നത് അവിടെ വലിയ വെള്ളപ്പൊക്കം വന്നതിൻ്റെ ഒന്നുമില്ല. എല്ലാ തെളിവുകളും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സംസാരിക്കുന്നത് കടൽ വഴി ഇന്ത്യയിലേക്കെത്തിയ പ്രാചീന വിദേശ ബന്ധങ്ങളെക്കുറിച്ചാണ്. പിന്നാക്ക സമൂഹങ്ങളെ മുന്നാക്കത്തിലേക്ക് യൂറോപ്യർ കൊണ്ടുവന്ന യൂറോസെൻട്രിക് ചരിത്രമാണ് കേരള സമൂഹം പഠിച്ചത്. എന്നാൽ നമ്മുടെ ചരിത്രം അതായിരുന്നില്ല. ആദിചേര നാണയങ്ങളടക്കം 100-ൽ പരം തദ്ദേശീയ നാണയങ്ങൾ കേരളത്തിൽ ആദ്യമായി ഖനനത്തിലൂടെ ലഭിക്കുന്നത് പട്ടണത്ത് നിന്നാണ്. ലോഹപ്പണിക്കാർ, മുത്ത് നിർമ്മാണക്കാർ, നെയ്ത്തുകാർ, കുശവന്മാർ, കൽപ്പണിക്കാർ എന്നിവരെല്ലാം തൊഴിൽ ചെയ്തിരുന്ന നിർമ്മാണശാലകളും കരകൗശലത്തിന്റെയും സാങ്കേതിക മികവിന്റെയും ഉദാഹരണങ്ങളും പ്രദേശത്തെ പട്ടണമാക്കിയതിന്റെ അധ്വാനശേഷിയും ഈ മണ്ണിനടിയിലുണ്ട്. ഓല, തുകൽ തുടങ്ങി ജീർണിച്ചു പോകുന്ന വസ്തുക്കളിൽ എഴുതിയിരുന്നതുകൊണ്ടാകാം ലിപികളുടെ ശേഷിപ്പുകൾ ലഭിക്കാതെ പോയത്. എങ്കിലും ചിലതെങ്കിലും മൺപാത്രങ്ങളിൽ വരച്ചിട്ട ലിപികളിലൂടെ വീണ്ടെടുക്കാനായിട്ടുണ്ട്. പ്രാചീന മനുഷ്യരുടെ തൊഴിലിനെ പറ്റിയുള്ള പലവിധ സൂചനകൾ പട്ടണത്തെ അവശിഷ്ടങ്ങൾ നൽകുന്നുണ്ടെങ്കിലും മനുഷ്യരുടെ ജീവിത രീതി, ജീവിത നിലവാരം, ഭക്തി, രാഷ്ട്രീയം ഇവയെന്താണെന്ന കൗതുകം ചരിത്രാന്വേഷികൾക്കുണ്ടാകും. 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാർ തോറ്റുപോകുന്ന തരം കഴിവുള്ളവരായിരുന്നു അവർ. ജാതി, മതം ഒരു 90% ഇല്ലായിരുന്നു. ഒരു 5%, 2%, 1%. പക്ഷെ കാരണം വേലിയൊന്നുമില്ലല്ലോ. പട്ടണത്ത് തന്നെ നമുക്കൊരു ഐഡലും കിട്ടിയിട്ടില്ല, ഒരു യുദ്ധോപകരണം കിട്ടിയിട്ടില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ 4 ഗുണം വകതിരിവും എളിമയുണ്ടെങ്കിൽ തന്നെ കംപ്ലീറ്റായി. 10,000-കണക്കിന് ദ്വീപുകളായി ചിന്നിച്ചിതറിക്കിടന്നിരുന്ന ദ്വീപ് സമൂഹമായിരുന്നു 1000-കണക്കിന് വർഷം മുമ്പ് കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗം. ആ കേരളത്തെ സംബന്ധിച്ച് ചരിത്ര അടയാളങ്ങളും തെളിവുകളും ഏറ്റവും അധികം അവശേഷിപ്പിച്ച ഇടമാണ് പട്ടണം. 51,868 ദ്വീപുകളുടെ സമൂഹമായിരുന്നു ഈ പറയുന്ന പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് സഹ്യപർവ്വതങ്ങളും ഉള്ള പ്രദേശം. അതിനെയാണ് ഇപ്പം നമ്മൾ വളരെ അടുത്ത കാലത്ത് കേരളം എന്ന് വിളിച്ചു തുടങ്ങിയത്. പണ്ട് ഈ മുസിരീസ് എന്ന് പറയുന്നത് ഒരു ലാൻഡ്സ്കേപ്പാണ്, ഒരു റീജനാണ്. അതിലെ പട്ടണം ഒരു പ്രധാനപ്പെട്ട സെറ്റിൽമെൻറ്റിന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. കൊടുങ്ങല്ലൂരിലും ആ കാലത്ത് ചിലപ്പോൾ നമുക്ക് ഒരു നന്നങ്കാടികൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാം കൊടുങ്ങല്ലൂർ അടുത്തും ആൾക്കാർ താമസിച്ചിരുന്നു. പക്ഷേ കൊടുങ്ങല്ലൂർ ഒരു വലിയ നഗരമായിട്ട് മാറുന്നത് 8-9 നൂറ്റാണ്ടുകൾ കടന്നാണ്. അങ്ങനെ നമുക്ക് ആദ്യം പട്ടണം മുസിരീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കൊടുങ്ങല്ലൂർ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോർട്ട് കൊച്ചി, ഇന്ന് എറണാകുളം. പ്രാചീന ആഗോള വ്യാപാരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് കേരളം. അതിൽ പറവൂരും എന്നാണ് പട്ടണം ഖനനം സാക്ഷ്യപ്പെടുത്തുന്നത്. പട്ടണം മറഞ്ഞപ്പോൾ കൊല്ലവും കോഴിക്കോടും ആലപ്പുഴയും നിർണായക തുറമുഖങ്ങളായി മാറിയിരിക്കണം. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കൊച്ചഴിയിലൂടെയാവാം കൊച്ചിയുടെ പിറവി. കാലവും കാൽപ്പാടുകളും ഒന്നും അവശേഷിക്കാതെ മണ്ണോട് മൺ ചേരുമ്പോൾ ചരിത്രം പല രൂപത്തിൽ അതിൻ്റെ കഥ പറയാനെത്തും. പട്ടണം നമുക്ക് മുമ്പിൽ വെളിപ്പെട്ട പോലെ ആ തരത്തിൽ മാനവരാശിക്കൊട്ടാകെ അവകാശപ്പെട്ട ലോകോത്തര പുരാവസ്തു സങ്കേതം. അതാണ് പട്ടണം.